വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. പുതിയ കാറിന് ഒറ്റത്തവണ നികുതി അടക്കുന്നത് എത്ര വർഷത്തേക്കാണ്? വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുവരെ 5 വർഷം, 10 വർഷം, 15 വർഷം. ഉത്തരം 15 വർഷം. യു ടേൺ എടുക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ ഏതാണ്? ഇടത്തേക്ക് തിരിയുന്ന സിഗ്നൽ, വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ, സ്റ്റോപ്പ് സിഗ്നൽ, വലത്തേക്ക് തിരിയുന്നതിനൊപ്പം വേഗത കുറയ്ക്കുക. ഉത്തരം വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ. ഇടത്തോട്ട് തിരിയുമ്പോൾ ഇരുചക്ര വാഹനത്തിൻ്റെ ഡ്രൈവർ ഡാഷ് വേണം. ഇടത് കൈ ഇടത്തേക്ക് നീട്ടുക. ഹാൻഡ് സിഗ്നൽ കാണിക്കരുത്. വലത് കൈകൊണ്ട് ഇടത്തേക്കുള്ള സിഗ്നൽ കാണിക്കുക. വലത് കൈകൊണ്ട് വലത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുക. ഉത്തരം വലത് കൈകൊണ്ട് ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുക. വാഹനം ഓടിക്കുമ്പോൾ സ്കൂൾ മുന്നിൽ ഉണ്ട് എന്ന ട്രാഫിക് അടയാളം കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തി ഹോൺ മുഴക്കി മുന്നോട്ട് പോവുക. വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. തുടർച്ചയായി ഹോൺ മുഴക്കി മുന്നോട്ട് പോവുക. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ഗിയറില്ലാത്ത മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? 18 വയസ്സ്, 21 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സ്. ഉത്തരം 18 വയസ്സ്. രാത്രിയിൽ ഹൈബീമിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഒരു വാഹനം എതിർദിശയിൽ നിന്ന് വന്നാൽ എന്തു ചെയ്യും? ഇടതുവശത്ത് തുടരുക. ഹെഡ്ലൈറ്റ് ഡിമ്മും ഹൈബീമും പലതവണ ചെയ്യുക. വാഹനം കടന്നു പോകുന്നതുവരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക. എപ്പോഴും ഹെഡ്ലൈറ്റ് ഹൈബീമും ഉപയോഗിക്കുക. ഉത്തരം വാഹനം കടന്നു പോകുന്നതുവരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക. PUCC സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? 6 മാസം, 1 വർഷം. മലിനീകരണ മാനദണ്ഡങ്ങൾ BS3യും അതിൽ കുറവുള്ള വാഹനങ്ങൾക്ക് 6 മാസവും BS4നും അതിന് മുകളിലുള്ളവയ്ക്കും 1 വർഷവും. മലിനീകരണ മാനദണ്ഡങ്ങൾ BS3 ഉള്ള വാഹനങ്ങൾക്ക് 1 വർഷവും BS4നും അതിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 6 മാസവും. ഉത്തരം മലിനീകരണ മാനദണ്ഡങ്ങൾ BS3യും അതിൽ കുറവുള്ള വാഹനങ്ങൾക്ക് 6 മാസവും BS4നും അതിന് മുകളിലുള്ളവയ്ക്ക് 1 വർഷവും. നിങ്ങൾ പോകുന്ന റോഡിൻ്റെ ഇടതുവശത്തുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ടേൺ സിഗ്നൽ നൽകി മധ്യഭാഗത്ത് നിന്ന് തിരിയുക. ഹോൺ മുഴക്കി ഇടത്തോട്ട് തിരിയുക. നിങ്ങൾ റോഡിൻ്റെ ഇടതുവശത്താണെങ്കിൽ ഇടത്തോട്ട് തിരിയാം. ഇടത്തേക്കുള്ള ടേൺ സിഗ്നൽ കാണിക്കുക. ഇടതുവശം ചേർന്ന് തിരിയുക. ഉത്തരം ഇടത്തേക്കുള്ള ടേൺ സിഗ്നൽ കാണിക്കുക. ഇടതുവശം ചേർന്ന് തിരിയുക. കാൽനട യാത്രക്കാർ കൊടും വളവുകളിലോ നിർത്തിയ വാഹനത്തിന് സമീപത്തോ റോഡ് മുറിച്ച് കടക്കരുത്. എന്തുകൊണ്ട്? മറ്റു വാഹനങ്ങൾക്ക് അസൗകര്യം. മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അസൗകര്യം. ദൂരെ വരുന്ന മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ച് കടക്കുന്നവരെ കാണുന്നില്ല. നിർത്തിയ വാഹനങ്ങൾക്ക് അസൗകര്യം. ഉത്തരം ദൂരെ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ച് കടക്കുന്നവരെ കാണുന്നില്ല. പാർക്കിംഗ് അനുവദനീയമാണ് ഡാഷ്. വളവുകളിൽ, നടപ്പാതകളിൽ, പാർക്കിംഗ് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം പാർക്കിംഗ് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ.
ഓടുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഡാഷ്. ബസ്സിൽ അനുവദനീയമാണ്. ഓട്ടോറിക്ഷയിൽ അനുവദനീയമാണ്. സൈഡ് ഫേസ് ആയി ഇരിക്കുന്ന മോട്ടോർ സൈക്കിൾ പില്ലിയൺ റൈഡർക്ക് അനുവദനീയമാണ്. എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ഉത്തരം എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. റിയർവ്യൂ മിററിൻ്റെ ഉപയോഗം ബ്ലൈൻഡ് സ്പോട്ട് കാണുന്നതിന്, പിന്നിൽ നിന്ന് വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്, പിൻസീറ്റ് യാത്രക്കാരനെ കാണുന്നതിന്. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം പിന്നിൽ നിന്നും വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്. മദ്യപിച്ച് വാഹനമോടിക്കൽ ഡാഷ്. സ്വകാര്യ വാഹനങ്ങളിൽ അനുവദിച്ചിരിക്കുന്നു. രാത്രി സമയത്ത് അനുവദിച്ചിരിക്കുന്നു. എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ അനുവദിച്ചിരിക്കുന്നു. ഉത്തരം എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ഒരു വളവിലേക്ക് സമീപിക്കുമ്പോൾ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നത് ഡാഷ്. അനുവദനീയമാണ്. അനുവദനീയമല്ല. ജാഗ്രതയോടെ അനുവദനീയമാണ്. എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. ഉത്തരം അനുവദനീയമല്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്? മറ്റ് ഗതാഗതത്തിന് അസൗകര്യമോ അപകടമോ ഉണ്ടാക്കാൻ സാധ്യതയുള്ളപ്പോൾ, മുന്നിലുള്ള വാഹനം വേഗത കൂട്ടുമ്പോൾ, മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ കാണിക്കുമ്പോൾ. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ചുവന്ന ട്രാഫിക് ലൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. വാഹനം നിർത്തുക. വേഗത കുറയ്ക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വാഹനം നിർത്തുക. ആംബുലൻസ് അടുത്തു വരുമ്പോൾ ഡാഷ്. എതിർവശത്തു നിന്ന് വാഹനങ്ങൾ ഇല്ലെങ്കിൽ കടന്നു പോകുവാൻ അനുവദിക്കുക. മുൻഗണന നൽകേണ്ടതില്ല. റോഡിൻ്റെ വശത്തേക്ക് വാഹനത്തെ ഒതുക്കി സ്വതന്ത്രമായി കടന്നു പോകുവാൻ അനുവദിക്കണം. ആംബുലൻസിനേക്കാൾ വേഗത്തിൽ വാഹനം ഓടിക്കാം. ഉത്തരം റോഡിൻ്റെ വശത്തേക്ക് വാഹനത്തെ ഒതുക്കി സ്വതന്ത്രമായി കടന്നു പോകുവാൻ അനുവദിക്കണം. സീബ്ര ലൈനുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് വാഹനം നിർത്തുന്ന സ്ഥലം, കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം, വാഹനത്തിന് മുൻഗണന ഉള്ള സ്ഥലം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് എപ്പോൾ? ലോ ബീം ഹെഡ്ലൈറ്റുകൾക്കൊപ്പം, മൂടൽമഞ്ഞ് ഉള്ളപ്പോൾ, പൊടിയും കനത്ത മഴയും മഞ്ഞും ഉണ്ടാകുമ്പോൾ. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. രാത്രിയിൽ ഒരു വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ ഡാഷ്. വാഹനം ലോക്ക് ചെയ്തിരിക്കണം. ലൈസൻസ് ഉള്ള വ്യക്തി ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കണം. പാർക്ക് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടിരിക്കണം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം പാർക്ക് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.